ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സെറ്റ് എക്സാം ജനറൽ നോളജ് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. So, the first question, the rate at which the Reserve Bank of India borrows money from commercial bank. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി ബോറോ ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈടാക്കുന്ന ഇൻട്രസ്റ്റിന് പറയുന്ന പേരെന്താണ്? റിവേഴ്സ് റിപ്പോ റേറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്നാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് റിവേഴ്സ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മണി ബോറോ ചെയ്യുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത്? റിപ്പോ റേറ്റ്. ക്ലിയർ ആണോ? ഇനി ബാങ്ക് റേറ്റ് എന്താണ്? ഇതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മണി ബോറോ ചെയ്യുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക് റേറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, എന്തായിരിക്കും നമ്മുടെ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചിന്തിക്കാം. അതായത് ഇപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു ആവശ്യം പ്രതി നമ്മൾ എന്താണ് മണി ബോറോ ചെയ്യുന്നതാണ് എന്ത്? റിപ്പോ റേറ്റ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഒരു പെട്ടെന്നുള്ള ആവശ്യമല്ല, കുറച്ച് നാളത്തേക്ക് വേണ്ടി ഉള്ള എന്താണ് നമ്മുടെ മണി ബോറോ ചെയ്യുന്നത്. കുറച്ച് നാളത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എന്താണ് മണി ബോറോ ചെയ്യുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. Next question, the rate at which the commercial bank borrows money from Reserve Bank of India. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്ക് മണി ബോറോ ചെയ്യുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് എന്താണ്? റിപ്പോ റേറ്റ്. Next question, the proportion of total deposits of the commercial bank which they must keep as reserves with the central bank in the form of cash refers to. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു വ്യക്തി കൊണ്ടുപോയി ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം എന്താണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സൂക്ഷിക്കണം. അതിന് പറയുന്ന പേരാണ് ക്യാഷ് റിസർവ്സ് റേഷ്യോ. Then the minimum percentage or amount of deposits that a commercial bank needs to maintain in the form of cash, gold or security before offering credit to the customers refers to. അതായത് ഒരു വ്യക്തി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു എമൗണ്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഫുൾ എമൗണ്ട് മറ്റൊരാൾക്ക് എന്താണ് ലോൺ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട്, അത് ക്യാഷ് ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ വേറെ എന്ത് രീതിയിലായിക്കോട്ടെ, ചെറിയൊരു എമൗണ്ട് നമ്മൾ എവിടെ സൂക്ഷിക്കണം? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ സൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി the rate at which commercial lenders lend money to their best customers refers to. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ബെസ്റ്റ് കസ്റ്റമേഴ്സിനോട് അവർക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാം, എത്ര ഇൻട്രസ്റ്റിൽ കൊടുക്കാം എന്നൊരു ഡിസിഷൻ ആർക്കെടുക്കാം? കൊമേഴ്ഷ്യൽ ബാങ്കിനെടുക്കാം. അതിന് പറയുന്ന പേരാണ്, അവർ ഈടാക്കുന്ന ആ ഇൻട്രസ്റ്റിന് പറയുന്ന പേരാണ് പ്രൈം ലെൻഡിങ് റേറ്റ്. പ്രൈം എന്ന് വെച്ചാൽ സുപ്രീം കസ്റ്റമേഴ്സ് എന്ന് ഓർക്കുക. ദെൻ അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം ഉടനെ തന്നെ വരികയാണ്. നിങ്ങൾ ഈ GK കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഒരു 2 hours നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് എന്ത് കരസ്ഥമാക്കാൻ പറ്റും? നമുക്ക് സെറ്റ് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കൺവെൻഷൻസ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കൺവെൻഷൻസ് നമുക്ക് നോക്കാനുണ്ട്. എൻവയോൺമെൻറ്റൽ കൺവെൻഷൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോട്ടോകോൾസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റാംസാർ കൺവെൻഷൻ. അപ്പോൾ അതായത് റാംസാർ കൺവെൻഷൻ നമ്മുടെ വെറ്റ് ലാൻഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നൊരു കൺവെൻഷനാണ് എന്ത്? റാംസാർ കൺവെൻഷൻ. അത് എവിടെയാണ്? നമ്മുടെ റാംസാർ, ആ ഒരു ഇറാനിലെ റാംസാർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു കൺവെൻഷൻ ഫോം ചെയ്തത്. അപ്പോൾ ഇതിന് റാംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്ന് പറയും. ഇറാനിലുള്ള റാംസാറിലാണ് ഇത് എന്നാണ് വന്നത്? അതായത് 1975 ഡേറ്റ് ഓർത്തിരിക്കുക. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1975. അതുപോലെ തന്നെ നമ്മുടെ വെറ്റ്ലാൻഡ്സ് ഡേ എന്നറിയപ്പെടുന്നത് February 2 ആണ്. അപ്പോൾ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ആണ്.
അതുപോലെ തന്നെ 1975 വന്നു. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് റാംസാർ ഇറാനിൽ. ഇനി നെക്സ്റ്റ് വൺ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അതായത് പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന് എതിരായിട്ട് ഫോം ചെയ്ത കൺവെൻഷനാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇത് വന്നത് 2004 ജനീവ, സ്വിറ്റ്സർലാൻഡ്. അപ്പം 2004 എന്തിനെതിരായിട്ട്? പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന് എതിരായിട്ട് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എസ് എന്ന് കാണുമ്പോൾ തന്നെ എന്തോർക്കുക? സ്വിറ്റ്സർലാൻഡ്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിൽ എവിടെയാണ്? ജനീവ. ഇനി നെക്സ്റ്റ് വൺ സൈറ്റ്സ്. അതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫൗണ ആൻഡ് ഫ്ലോറ. അതായത് നമ്മുടെ നമ്മുടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, അത് പ്ലാന്റ്സിലായിക്കോട്ടെ അതുപോലെ തന്നെ ആനിമൽസിലായിക്കോട്ടെ, അവരുടെ ആ ട്രേഡിനെതിരെ ഉള്ള ഒന്നാണ് എന്ത്? സൈറ്റ്സ്. കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫൗണ ആൻഡ് ഫ്ലോറ. അത് വന്ന വർഷം 1975. ഓക്കെ, 1975 തന്നെയാണ് ഏതും കൂടി വന്നത്? നമ്മുടെ റാംസാർ കൺവെൻഷൻ. അതുപോലെ തന്നെ സൈറ്റ്സും ഏത് വർഷമാണ്? 1975. ഇനി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇത് വന്ന വർഷം 1993 എന്തിനു വേണ്ടി? നമ്മുടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നതാണ് എന്ത്? നമ്മുടെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ബോൺ കൺവെൻഷൻ. എന്താണ് ബോൺ കൺവെൻഷൻ? അപ്പോൾ ബോൺ കൺവെൻഷൻ അതായത് നമ്മുടെ മൈഗ്രേറ്ററി സ്പീഷീസ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഫോം ചെയ്യുന്ന കൺവെൻഷനാണ് ബോൺ കൺവെൻഷൻ. അത് വന്ന വർഷം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ബോൺ കൺവെൻഷൻ 1983 എന്ത്? ബോൺ കൺവെൻഷൻ വന്നത്. അപ്പോൾ ബോൺ കൺവെൻഷൻ 1983. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? മൈഗ്രേറ്ററി സ്പീഷീസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ബോൺ കൺവെൻഷൻ. ഏത് വർഷം? 1983. ഇനി നെക്സ്റ്റ് വൺ വിയറ്റ്നാം കൺവെൻഷൻ. എന്താണ് ഈ വിയറ്റ്നാം കൺവെൻഷൻ? അതായത് നമ്മുടെ ഓക്സോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഫോം ചെയ്യുന്ന കൺവെൻഷനാണ് വിയറ്റ്നാം കൺവെൻഷൻ. ഇത് വന്ന വർഷം എന്താണ്? 1988 ആണ് എന്ത്? വിയറ്റ്നാം കൺവെൻഷൻ. എന്തിനു വേണ്ടിയാണ്? ഓക്സോൺ ലെയർ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വൺ മോൺട്രിയൽ പ്രോട്ടോകോൾ. അതായത് നമ്മുടെ ഓക്സോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിന് എതിരെയുള്ള ഒന്നാണ് എന്ത്? നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് വന്ന വർഷം 1989 മോൺട്രിയൽ പ്രോട്ടോകോൾ. എന്തിനാണ്? നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഓക്സോൺ ലെയർ പ്രൊട്ടക്ഷൻ. എന്തിൽ നിന്നും? സബ്സ്റ്റൻസസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓക്സോൺ ലെയർ. നെക്സ്റ്റ് വൺ കയോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വന്നൊരു പ്രോട്ടോകോളാണ് എന്ത്? കയോട്ടോ പ്രോട്ടോകോൾ. ഇത് വന്ന വർഷം 2005. എന്തിനാണെന്ന് ഓർക്കുക? ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പോൾ ഏത് ടേം വേണമെങ്കിലും ചോദിക്കാം. ഗ്ലോബൽ വാർമിംഗ് എന്നോ അല്ലെങ്കിൽ എന്താണ്? ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് റിഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് തടയാനുള്ളതാണ് എന്ത്? കയോട്ടോ പ്രോട്ടോകോൾ. വന്ന വർഷം 2005. ഇനി നെക്സ്റ്റ് വൺ UNFCCC, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് പ്രാബല്യത്തിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1994 കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ റിയോ സബ്മിറ്റ്. ആ പേരിൽ നിന്ന് തന്നെ ഓർക്കുക, റിയോ സബ്മിറ്റ് നമ്മുടെ ബ്രസീലിൽ എന്തിനു വേണ്ടി? നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വന്ന വർഷം 1992. ഇനി UNCCD, അതും എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. അതായത് എന്താണ്? ഡെസേർട്ടിഫിക്കേഷൻ തടയാനായിട്ട് നമ്മുടെ മരങ്ങളൊക്കെ വെട്ടി, അതായത് ഒരു ഡെസേർട്ട് പോലെ, അപ്പോൾ അതിനെതിരായിട്ട് വന്നതാണ്. അത് വന്ന വർഷം എന്താണ്? 1996. അപ്പോൾ ഫുൾ ഫോം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ഇത് വന്ന വർഷം, പിന്നെ എന്തിനു വന്നു എന്ന്. ഈ 3 കാര്യങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസ് വരത്തില്ല.
ഇനി നെക്സ്റ്റ് വൺ ബെസൽ കൺവെൻഷൻ. ബെസൽ കൺവെൻഷൻ അതായത് 1992 വന്നു. എന്തിനു വേണ്ടി? എന്തിനെതിരെ? ഹസാർഡസ് വേസ്റ്റ് ആൻഡ് ദെയർ ഡിസ്പോസൽ. അതായത് മാരകമായ വേസ്റ്റ് പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ അത് എവിടെയെങ്കിലും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ കുന്നുകൂടുമ്പോൾ എന്ത് പ്രശ്നം വരും? അത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബെസൽ കൺവെൻഷൻ 1992 എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കുക? ഹസാർഡസ് വേസ്റ്റ് ആൻഡ് ദെയർ ഡിസ്പോസൽ. ഇനി കാർത്തികീന പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് വന്നത്? അതായത് ഇതും നമ്മുടെ ബയോസേഫ്റ്റിക്ക് വേണ്ടി വന്ന ഒരു പ്രോട്ടോകോളാണ് കാർത്തജീന പ്രോട്ടോകോൾ അല്ലെങ്കിൽ കാർത്തികീന പ്രോട്ടോകോൾ. അപ്പോൾ ഇത് വന്ന വർഷം 2003 2003 എന്ത് വന്നത്? കാർത്തജീന പ്രോട്ടോകോൾ. അത് എന്തിനു വേണ്ടി? നമ്മുടെ ബയോസേഫ്റ്റിക്ക് വേണ്ടി. ഇനി നെക്സ്റ്റ് വൺ UNREDD. അതായത് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. യുണൈറ്റഡ് നേഷൻസ് എന്തിനു വേണ്ടി? ഓൺ റെഡ്യൂസിങ് എമിഷൻ ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ റെഡ്യൂസിങ് എമിഷൻസ് എവിടെ നിന്നുള്ള? ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. ഇത് വന്ന വർഷം എന്നാണ്? 2008 വന്നത്. ഓർത്തിരിക്കുക, ഫുൾ ഫോം ഓർത്തിരിക്കുക. റെഡ്യൂസിങ് എമിഷൻ ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ വന്ന വർഷം 2008. ഇനി നെക്സ്റ്റ് വൺ നഗോയ പ്രോട്ടോകോൾ. അപ്പോൾ ഇതും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് വന്ന വർഷം 2014. അപ്പോൾ നഗോയ പ്രോട്ടോകോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വന്ന വർഷം 2014 നഗോയോ പ്രോട്ടോകോൾ. 2014 എന്താണ്? നഗോയോ പ്രോട്ടോകോൾ. ഓക്കെ, ഇനി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് എന്നാണ്? 2008. ഇനി കൈഗാലി എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് വണ്ണാണ് കൈഗാലി എഗ്രിമെൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണ്? നമ്മുടെ ഓക്സോൺ ലെയറിനെ എന്താണ് ഡിപ്ലീറ്റ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന സബ്സ്റ്റൻസസിൻ്റെ അതിന് തടയുന്നതിന് ആയിട്ട് വന്ന കൺവെൻഷനാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ അമെൻമെൻറ്റ് ടു ദി മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് വന്ന വർഷം എന്താണ്? നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോളിനുള്ളൊരു അമെൻമെൻറ്റ് ആണ് ഇത്, ഒരു ചേഞ്ച് ആണ് ഇത്. അത് വന്ന വർഷം എന്താണ്? 2019 ഓർത്തിരിക്കുക. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ ഏത് വർഷമാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ 2005. ഇനി നെക്സ്റ്റ് വൺ മിനമാട്ട കൺവെൻഷൻ ഏത് വർഷം? 2017. അതെന്തിനു വേണ്ടിയാണ്? മിനമാട്ട മെർക്കുറിയുടെ അതായത് നമ്മുടെ എഫക്ട്സിൽ, അതായത് എന്താണ്? നമ്മുടെ ഹെൽത്തിനും നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എവിടെ നിന്നും? നമ്മുടെ മെർക്കുറിയുടെ മാരകമായ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 2017 പ്രാബല്യത്തിൽ വന്നതാണ് മിനമാട്ട കൺവെൻഷൻ. മെർക്കുറിയാണെന്ന് ഓർക്കുക, 2017. ഓക്കെ, അത് ഓർത്തിരിക്കാം. അപ്പോൾ മിനമാട്ട കൺവെൻഷൻ 2017. കയ്യാങ്കളി അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഏത് വർഷമാണ്? നമ്മുടെ 2019 കാര്യം ഓർക്കുക. ഇനി മിനമാട്ട കൺവെൻഷൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ റോട്ടർഡാം കൺവെൻഷൻ 2004 എന്തിനു വേണ്ടി? അതായത് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ എന്താണ്? ഹസാർഡസ്, വളരെ മാരകമായ കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നതിനെതിരായിട്ട് വന്നതാണ് റോട്ടർഡാം കൺവെൻഷൻ. അത് 2004 റോട്ടർഡാം കൺവെൻഷൻ 2004. റോട്ടർഡാം കൺവെൻഷൻ 2004. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പാസ്സാക്കിയത് 1986 ആർട്ടിക്കിൾ 253. 1986 ആർട്ടിക്കിൾ 253 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓർത്തിരിക്കുക. 1986 ആർട്ടിക്കിൾ 253. പിന്നെ കൺവെൻഷൻസ് നമ്മൾ പഠിക്കേണ്ടത് അത് എവിടെയാണ്, അതുപോലെ തന്നെ ഏത് വർഷം, എന്തിനു വേണ്ടി, ഈ 3 കാര്യങ്ങൾ മറക്കാണ്ട് പഠിക്കുക. ഓക്കെ, ഇനി
അപ്പോൾ ഇതാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ റിപ്പോ റേറ്റ്, ഇൻവേഴ്സ് റിപ്പോ റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, പ്രൈം ലെൻഡിങ് റേറ്റ്, അങ്ങനെയുള്ള ടേംസ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളൂ, നമ്മൾ പഠിക്കണം. പഠിച്ച് നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ സെറ്റ് വാങ്ങിച്ചിരിക്കണം. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യയിൽ എന്താണ് പപ്പറ്റ് ഫോംസ് അല്ലെങ്കിൽ ഈ പാവക്കൂത്ത്, നമ്മുടെ കേരളയിലാണെങ്കിൽ പാവക്കൂത്ത്, അതായത് പപ്പറ്റ് ഷോസ് ഒക്കെ കാണാറില്ലേ? അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റ്സിലുമുള്ള പപ്പറ്റ് ഷോയ്ക്ക് പറയുന്ന പേര് പലതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്സിലെ പപ്പറ്റ് ഷോ അല്ലെങ്കിൽ അവിടെയുള്ള പപ്പറ്റ് ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേരള എന്താണ്? പാവക്കൂത്ത്. പാവക്കൂത്ത് എവിടെയാണ്? കേരള. പാവക്കൂത്ത് കേരള. സഖി ഖുണ്ടൈ നാട്ട, അതെവിടെയാണ്? സഖി ഖുണ്ടൈ നാട്ട, സഖി ഒഡീസ. ഓക്കെ. ഇനി ബെനി പുട്ടൂൽ. ബെനി പുട്ടൂൽ എവിടെയാണ്? ബംഗാൾ. പുട്ടൂൽ ബംഗാൾ. ഓക്കെ. ഇനി പുട്ടൂൽ നാശ്. പുട്ടൂൽ പുട്ടൂൽ എവിടെയാണ്? ബംഗാൾ. അപ്പോൾ ബെനി പുട്ടൂൽ, പുട്ടൂൽ നാശ് എവിടെയാണ്? ബംഗാൾ. ഇനി കത്തി ഖണ്ഡേ, അതെവിടെയാണ്? ഒഡീഷ അല്ലെങ്കിൽ കത്തി ഖണ്ഡേ ഒഡീഷ. ഒഡീഷയിൽ വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ, സഖി ഖുണ്ടേ നാഠ. ഓക്കെ. ഇനി യാംപൂരി. യാംപൂരി യാംപൂരി ബീഹാർ. യാംപൂരി എവിടെയാണ്? ബീഹാർ. ഓക്കെ. ഇനി തോളു ബൊമ്മലാട്ട. തോളു ബൊമ്മലാട്ട എവിടെയാണ്? തോളു ബൊമ്മലാട്ട ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് തോളു ബൊമ്മലാട്ട. ഓക്കെ. ഇനി തൊങ്ങലു ഗൊംബ്രേദ. ഗൊംബേദ, തൊങ്ങലു ഗൊംബേദ എവിടെയാണ്? തൊങ്ങലു എവിടെയാണ്? കർണാടക. തൊങ്ങലു ഗോംബേദ കർണാടക. ഓക്കെ. അപ്പോൾ പാവക്കൂത്ത് കേരള, സഖി ഖുണ്ടൈ നാട്ട ഒഡീഷ, ബംഗാൾ, പുട്ടുൽ. പുട്ടുൽ ഒരു ടേം കണ്ടാൽ ബംഗാൾ. ബെനി പുട്ടുൽ, പുട്ടുൽ നാശ് ബംഗാൾ. കത്തി ഖണ്ഡേ ഒഡീഷ. യാംപൂരി ബീഹാർ. തോളു ബൊമ്മലാട്ട ആന്ധ്രാപ്രദേശ്. തൊങ്ങലു ഗോംബേദ കർണാടക. ഇനി ചമതിയാശി ബാഹുല്യ, അതെവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ചമതിയാശി ബാഹുല്യ എവിടെയാണ്? മഹാരാഷ്ട്ര. ഇനി രാവണാശയ. രാവണാശയ എവിടെയാണ്? ഒഡീഷ. അപ്പോൾ ഒഡീഷയിൽ നമ്മൾ കുറേ കണ്ടു കേട്ടോ. അപ്പോൾ രാവണാശയ എവിടെയാണ്? ഒഡീഷ. മഹാരാഷ്ട്രയിൽ എന്താണ്? ചമദ്യാശി ബാഹുല്യ. ഇനി തോൾ ബൊമ്മലാട്ടം. തോൾ ബൊമ്മലാട്ടം നമ്മൾ തോളു ബൊമ്മലാട്ട അതെവിടെയാണ്? ആന്ധ്രാപ്രദേശ്. തോൾ ബൊമ്മലാട്ടം തമിഴ്നാട്. ഓക്കെ. തോൾ ബൊമ്മലാട്ടം തമിഴ്നാട്. പുട്ടാൽ നാശ്. പുട്ടുൽ എവിടെയാണ്? പുട്ടുൽ ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ. പുട്ടുൽ വെസ്റ്റ് ബംഗാൾ. ഇനി പുട്ടാൽ. പുട്ടാൽ ആസാം. ഓക്കെ. ഇനി ഗോംബയദ കർണാടക. ഓക്കെ. ഗോംബയദ കർണാടക. തൊങ്ങലു ഗോംബയദ നമ്മൾ കണ്ടു, കർണാടക. അപ്പോൾ ഗോംബയദ കർണാടക. ഇനി കലസുത്രി ബഹുല്യ. കലസുത്രി കല, വലിയ കലയാണ്, അല്ലെങ്കിൽ വിശാലമായ ഒരു കലാ സാഗരം എന്നൊക്കെ പറയില്ലേ, മഹാരാഷ്ട്ര. കലാസുത്രി ബഹുല്യ എന്താണ്? മഹാരാഷ്ട്ര. ഗോപലീല കുണ്ടേ. ഗോപലീല കുണ്ടേ എവിടെയാണ്? ഒഡീഷ. ഇനി കത്പുത്ലി. കട്ട്പുത്ലി എവിടെയാണ്? രാജസ്ഥാൻ. കത്പുത്ലി രാജസ്ഥാൻ. കഥ, രാജസ്ഥാന് പോയ കഥ പറഞ്ഞു, അങ്ങനെ ഓർത്തിരിക്കാം. കത്പുത്ലി രാജസ്ഥാൻ. ബൊമ്മലാട്ടം. ബൊമ്മലാട്ടം തമിഴ്നാടും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആ പേര് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണമെന്നില്ല. നമ്മൾ ഓപ്ഷൻസ് തന്നാൽ മഹാരാഷ്ട്രയുടെ ആണ് ചം വെച്ച് തുടങ്ങുന്ന എന്തൊരു വേർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ. നിങ്ങൾ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ സ്റ്റേറ്റിൻ്റെ ആണ് ഈ പപ്പറ്റ് ഷോ അല്ലെങ്കിൽ ഈ പപ്പറ്റ് ഫോംസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ കോഡ്സൊക്കെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ബൊമ്മലാട്ടം തമിഴ്നാടു. കത്പുത്ലി കഥ പറഞ്ഞത് ഏത് സ്റ്റേറ്റിനെ പറ്റിയുള്ള കഥയാണ് പറഞ്ഞത്? രാജസ്ഥാൻ. രാജസ്ഥാൻ. ഗോപലീല നമ്മുടെ ഒഡീഷ. കലസുത്രി ബഹുല്യ മഹാരാഷ്ട്ര. ഗോംബയദ കർണാടക. പുട്ടാൽ ആസാം. തോൾ ബൊമ്മലാട്ടം തോൾ തമിഴ്നാടു. നമ്മുടെ കേരളയും അതുപോലെ തന്നെ തമിഴ്നാടും തോളോട് തോള് ചേർന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തോൾ ബൊമ്മലാട്ടം തമിഴ്നാടു. രാവണാചയ ഒഡീഷ. ചംത്യാശി ബഹുല്യ
ബാഹുല്യ മഹാരാഷ്ട്ര. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ആർട്ട് ഫോംസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഓരോ ആർട്ട് ഫോംസും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എലത്താളം മിഴവ് ഏത് ആർട്ട് ഫോമിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് ചാക്യാർ കൂത്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആർട്ട് ഫോംസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. തെയ്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? തെയ്യം, ചെണ്ട, കുഴൽ, പെരുമ്പാറ, ഉടുക്ക്. ഓക്കെ, അപ്പോൾ തെയ്യം. അപ്പോൾ ഈ ദേ കാണുമ്പോൾ കപ്പ് കുടിച്ചു എന്നോർക്കാം. അപ്പോൾ C ഫോർ ചെണ്ട, U ഫോർ ഉടുക്ക്, P ഫോർ പെരുമ്പാറ ആൻഡ് കഴിച്ചു അല്ലെങ്കിൽ കുടിച്ചു കുഴൽ. അപ്പോൾ ചെണ്ട, ഉടുക്ക്, പിന്നെ പെരുമ്പാറ, കുഴൽ. ഓക്കെ, തെയ്യത്തിൽ ചെണ്ട, ഉടുക്ക്, പെരുമ്പാറ, കുഴൽ. ഓക്കെ ആണോ? ഇനി കഥകളി. കഥ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മൈക്കിലൂടെ അല്ലേ? അപ്പോൾ അങ്ങനെ ഓർക്കാം, മൈക്ക്. അപ്പോൾ MICC എന്ന് ഓർക്കാം. അപ്പോൾ M വെച്ച് എന്താണ്? മണ്ഡലം. കഥകളി മണ്ഡലം. I വെച്ച് എന്താണ്? ഇലതാളം. അതുപോലെ തന്നെ ഇടക്ക. പിന്നെ C വെച്ച് 2 എണ്ണം വേണം. ഒന്ന് ചെണ്ട, പിന്നെ ഒന്ന് ചെങ്ങില. ഓക്കെ, അപ്പോൾ കഥകളി, മൈക്ക് എന്ന് ഓർക്കുക. M ഫോർ എന്താണ്? മണ്ഡലം. പിന്നെ I ഇലതാളം, ഇടയ്ക്ക, ചെണ്ട, ചെങ്ങില. ഇനി അടുത്തത് കൂടിയാട്ടം. നമ്മളെന്താണ് ഒരു നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒരു റീയൂണിയനൊക്കെ വെക്കുന്ന എപ്പോഴാണ്? നമ്മുടെ സെമ്മൊക്കെ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ S ഫോർ സംഗു, E ഇടയ്ക്ക, M മിഴവ്. ഈ കൂടിയാട്ടം, അതുപോലെ തന്നെ കൂട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ മിഴവാന്ന് ഓർക്കുക. ഓക്കെ, മിഴവ്. അപ്പോൾ സംഗു, എടയ്ക്ക, മിഴവ്, സം കഴിഞ്ഞു. അപ്പോൾ K വെച്ചുകൊണ്ട് കുഴിതാളം, അതുപോലെ തന്നെ കുരുംകുഴൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഓട്ടം തുള്ളൽ. അപ്പോൾ ഓട്ടം തുള്ളൽ എന്താണ്? മൃദംഗം, ഇടയ്ക്ക, ഇലതാളം. മൃദംഗം, ഇടയ്ക്ക, ഇലതാളം. ഓക്കെ, അപ്പോൾ ഓട്ടം തുള്ളൽ, മൃദംഗം, ഇടയ്ക്ക, ഇലതാളം. മൃദുലേ ഞാൻ വരും, നിങ്ങൾ അങ്ങനെ പറയത്തില്ലേ? അപ്പോൾ ഓടല്ലേ മൃദുലേ ഞാൻ വരും എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പഠിക്കാം. അപ്പോൾ മൃദുല, മൃദംഗം, ഇടയ്ക്ക, ഇലതാളം. ഓക്കെ, ഇനി നാഗിയാർ കൂത്ത് എന്താണ്? നാഗിയാർ കൂത്ത് മിഴവ്, ഇടയ്ക്ക, തിമില. ഓക്കെ, നാഗിയാർ കൂത്തെന്ന് കാണുമ്പോൾ എന്താണ്? നമ്മുടെ മിഴിവ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നാഗി എന്ന വ്യക്തിനെ IT കമ്പനിയിൽ കണ്ടു എന്നോ. അപ്പോൾ ഇടയ്ക്ക, തിമില. ഓക്കെ, ഇടയ്ക്ക, തിമില. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മുടെ IT ഇടയ്ക്കൊക്കെ IT കമ്പനിയിൽ കാണാറുണ്ടെന്നോ ഓർത്തിരിക്കാം. ഇനി പടയണി എന്താണ്? ചെണ്ട, തപ്പു, ഇലതാളം, കൊമ്പ്, കുഴൽ. ഓക്കെ, നമ്മുടെ തപ്പു നമ്മുടെ എന്താണ്? അങ്ങനെ ഓർത്തിരുന്നു. തപ്പ്, ഇലതാളം, കൊമ്പ്, കുഴൽ, ചെണ്ട, തപ്പ്, ഇലതാളം. ഇനി മുടിയേറ്റ് എന്താണ്? ചെണ്ട, ഇലതാളം, ചെങ്ങില. മുടിയേറ്റ്, ചെണ്ട, ഇലതാളം, ചെങ്ങില. കൃഷ്ണനാട്ടം എന്താണ്? കൃഷ്ണനാട്ടം മൈക്ക് വെച്ചുകൊണ്ട് എന്നോർക്കുക. അപ്പോൾ മണ്ഡലം, ചെങ്ങില, ഇലതാളം. മുടിയേറ്റാണേലും ചെണ്ട, ചെങ്ങില, ഇലതാളം. പിന്നെ ചാക്യാർ കൂത്ത് എന്ന് പറയുമ്പോൾ മിഴിവ്. ഓക്കെ, മിഴവ്, പിന്നെ ഇലതാളം. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഇനി പഞ്ചവാദ്യം മീൻസ് ആൻ ഓർക്കസ്ട്ര ഓഫ് 5 ഇൻസ്ട്രുമെൻറ്റ്സ്. അത് ഏതൊക്കെയാണ്? തിമില, മണ്ഡലം, എടയ്ക്ക, ഇലതാളം, കൊമ്പ്. ഓക്കെ, അപ്പോൾ കൊമ്പിനെ മീറ്റ് ചെയ്യാം. കൊമ്പ്. അപ്പോൾ മണ്ഡലം, ഇലതാളം, തിമില, പിന്നെ ഈ വെച്ച് ഇടയ്ക്ക, കൊമ്പ്. ഓക്കെ,
ഇനി അപ്പോൾ ഇത്രയാണ് എന്ത് ആർട്ട് ഫോംസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇനി റൈറ്റ് ഓഫ് ട്രാൻസ്ജെൻഡർ, അതായത് നമ്മുടെ ട്രാൻസ്ജെൻഡറിനും എന്തുണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ബില്ല് പാസ്സായ വർഷം 2014. ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് നിലവിൽ വന്ന വർഷം 2019. ബില്ല് എന്നാണ് 2014. ആക്ട് വന്നത് 2019. ഓക്കെ. ഇനി കുറച്ച് ആക്ട് അവർ വന്ന വർഷം നമുക്ക് നോക്കാം. രാഷ്ട്രീയ മഹിളാ കോശ് അതായത് നമ്മുടെ എന്താണ്, നമ്മുടെ വുമൻസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ചെറിയ എന്താണ് സാമ്പത്തിക സഹായങ്ങൾ, അതാണ് രാഷ്ട്രീയ മഹിളാ കോശ്. ഇനി നമ്മൾ ഈ ഓരോ ആക്റ്റും നിലവിൽ വന്ന വർഷം നമ്മൾ പഠിച്ചിരിക്കണം. ആക്ട് പ്രൊഹിബിറ്റിംഗ് ദ ആക്ട് ഓഫ് സതി, ഓർത്തിരിക്കുക 1950 സതി. ഇനി കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്റ്റും വന്ന വർഷം എന്നാണ് 1950. രണ്ടെണ്ണം ഉണ്ട്, സതി അതുപോലെ തന്നെ കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്ട്. ഇനി ചൈൽഡ് മാരേജ് ആക്ട് വന്ന വർഷം 1929. ഇനി ഡൗറി പ്രിവെൻഷൻ ആക്ട് എന്നാണ് 1961. ഡൗറി പ്രിവെൻഷൻ ആക്ട് 1961. ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് വന്ന വർഷം 1961. ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റും ഡൗറി പ്രിവെൻഷൻ ആക്റ്റും വന്നത്. അതുപോലെ തന്നെ സതി നിരോധിച്ചുകൊണ്ടുള്ള ആക്റ്റും അതുപോലെ തന്നെ കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്റ്റും വന്ന വർഷം 1950. ഇനി ഈക്വൽ റെമ്യൂണറേഷൻ വർക്ക്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് 1973. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1973. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ദ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് വന്ന വർഷം 2013. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. സതി 1950, കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്ട് 1950 അല്ല കേട്ടോ, 1850. അതുപോലെ തന്നെ കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്റ്റും 1850. ചൈൽഡ് മാരേജ് ആക്ട് 1929. ഡൗറി പ്രിവെൻഷൻ ആക്ട് 1961. ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1973. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. പിന്നെ ദ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് വന്ന വർഷം 2013. ഓക്കെ. ഇനി കുറച്ചും കൂടെ ഉണ്ട്. PIED പ്രൊജക്റ്റ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് വന്ന വർഷം 1987. അപ്പോൾ പ്രൊജക്റ്റ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് വന്ന വർഷം 1987. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ 1992. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992. പ്രൊജക്റ്റ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് 1987. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് വന്ന വർഷം 1992. ഇനി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഓർത്തിരിക്കുക 1995. ദ നാഷണൽ ട്രസ്റ്റ് ആക്ട് വന്ന വർഷം 1999. അതുപോലെ തന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട് വന്ന വർഷം 1999. ഇനി നാഷണൽ പോളിസി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് 2006 നാഷണൽ പോളിസി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. പ്രൊജക്റ്റ് 1987. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വന്നത് 1995. പിന്നെ നാഷണൽ പോളിസി വന്നത് 2006. ഇനി IEDSS ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് ദി സെക്കൻഡറി. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ദി ഡിസേബിൾഡ് അറ്റ് ദി സെക്കൻഡറി ഫുൾ ഫോം ഓർത്തിരിക്കുക. IEDSS ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ദി ഡിസേബിൾഡ് അറ്റ് ദി സെക്കൻഡറി. ഓക്കെ. PIED എന്താണ്? പ്രൊജക്റ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദി ഡിസേബിൾഡ്. ഓക്കെ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതരുത്, നമ്മളെക്കൊണ്ട് പറ്റും, നമ്മൾ വാങ്ങിച്ചെടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് റൈറ്റ്സ് കണ്ടു, അതായത് കുറച്ച് ആക്ട്സ് വന്ന വർഷം കണ്ടു. ഇനി നമുക്ക് കുറച്ച്
പേരുകൾ അവർ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, സോ യാമിനി കൃഷ്ണമൂർത്തി എന്തിലായിരുന്നു ഫേമസ് ആയിട്ടുള്ള? ഭരതനാട്യം, അതുപോലെ തന്നെ കുച്ചിപ്പുടി. യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യം, കുച്ചിപ്പുടി. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം. മൃണാളിനി സരാഭായ് ഭരതനാട്യം. രുക്മിണി ദേവി ഭരതനാട്യം. ഓക്കെ, യാമിനി കൃഷ്ണ മാത്രമാണ് നമ്മുടെ ഭരതനാട്യം, അതുപോലെ തന്നെ കുച്ചിപ്പുടിയും. പത്മ സുബ്രഹ്മണ്യം, മൃണാളിനി സരാഭായ്, രുക്മിണി ദേവി ഭരതനാട്യം. ഇനി സോനൽ മൻസിംഗ് എന്തിലാണ്? ഒഡീഷി. ഓക്കെ, ഇനി അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ അതായത് നമ്മുടെ അമ്മ പ്രോഗ്രാമിൽ എല്ലാവരും കൂടും അല്ലേ? അപ്പോൾ കൂടിയാട്ടം. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം. HS റാസ പെയിൻറ്റിങ്. ഓക്കെ, അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യം, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം, മൃണാളിനി സരാഭായ് ഭരതനാട്യം, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം, മൃണാളിനി സരാഭായ് ഭരതനാട്യം, രുക്മിണി ദേവി ഭരതനാട്യം, പിന്നെ സോനൽ മൻസിംഗ് ഒഡീഷി, അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം, HS റാസ പെയിൻറ്റിങ്. ഇനി കുറച്ച് മ്യൂസീഷ്യൻസ്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഫേമസ് ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട്, ബിസ്മില്ല ഖാൻ ഷെഹനായ്, സക്കീർ ഹുസൈൻ തബല, പിന്നെ ഹല്ല രാഖ ഖാൻ തബല. ഇനി അംജദ് അലി ഖാൻ സരോദ്, പാലക്കാട് മണി അയ്യർ പാലക്കാട് മൃദംഗം. ഓക്കെ, പണ്ഡിത് രവിശങ്കർ സിത്താർ. ഇനി ലാൽ വയലിൻ ലാൽ. ഇനി ചിട്ടി ബാബു വീണ, യു ശ്രീനിവാസ് മണ്ഡുലിൻ, സുൽത്താൻ സാരംഗി, പണ്ഡിത് ശിവകുമാർ ഷവർമ കഴിച്ച് സന്തൂർ സോപ്പിട്ടു. കുഴൽമന്നം രാമകൃഷ്ണൻ മൃദംഗം. ഓക്കെ, ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ വയലിൻ. ഓക്കെ, അപ്പോൾ ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട്, ബിസ്മില്ല ഖാൻ ഷെഹനായ്, ഷക്കീർ ഹുസൈൻ തബല, ഹല്ല രാഖ ഖാൻ തബല, അംജദ് അലി ഖാൻ സരോദ്, പാലക്കാട് മണി അയ്യർ മൃദംഗം, പിന്നെ പണ്ഡിത് രവിശങ്കർ സിത്താർ, ലാൽഗുഡി ജയറാമൻ വയലിൻ, ചിട്ടി ബാബു വീണ, യു ശ്രീനിവാസ് മണ്ഡുലിൻ, സുൽത്താൻ ഖാൻ സാരംഗി, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ, കുഴൽമന്നം രാമകൃഷ്ണൻ മൃദംഗം, ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ വയലിൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റിലും അവരുടേതായ ഫോക്ക് ഡാൻസുകൾ ഏതൊക്കെയാണ്, അതായത് അവരുടേതായ, ഇപ്പോൾ കേരളത്തിൻ്റെതായ എന്താണ് ഫോക്ക് ഡാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹിമാചൽ പ്രദേശ് കിന്നൗരി തോട, അവനുമായിട്ട് കിന്നരിച്ച തോട്ടിലിരുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശ് കിന്നൗരി തോട. ഇനി ഉത്തരാഖണ്ഡ് ഉത്തരത്തിൽ ചെരുപ്പ് വെച്ചു എന്നോ അങ്ങനെ ഓർത്തിരിക്കുക. ഉത്തരാഖണ്ഡ് ചപ്പേലി. പഞ്ചാബ് ഭങ്കര ഗീത. ഹരിയാന ജുമ്മർ പാക്ക് ഡാൻസ്. അപ്പോൾ ഹരിയാന പാക്ക് ഡാൻസ് ജുമ്മർ. ഉത്തർപ്രദേശ് നൗടാങ്കി. മേലെയാണ് ടാങ്കി ഇരിക്കുന്നത്, നൗടാങ്കി. ഹരിക്ക് ബാഗിൽ എന്താണ് ജുമ്മർ കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ ജാം കൊടുത്തു വിട്ടു, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ പഞ്ചാബ് ഭങ്കര ഗീത, ഉത്തരാഖണ്ഡ് ചപ്പേലി, ഹിമാചൽ പ്രദേശ് കിന്നൗരി തോട. ഇനി രാജസ്ഥാൻ സൂഷിനി ഗൂമർ രാജസ്ഥാൻ. ഗുജറാത്ത് ഗർബ ദന്തിയ റാസ്. രാജസ്ഥാനിൽ സൂഷിനി ഗൂമർ. മഹാരാഷ്ട്ര ലാവണി. അപ്പോൾ മഹാരാഷ്ട്ര ലാവണി. മധ്യപ്രദേശ് ടെർട്ടലി മാഞ്ച് മറ്റ്കി. ഓക്കെ, ടെർട്ടലി മാഞ്ച് മറ്റ്കി മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ് ഗൗർ മരിയ ചട്ടിയിൽ ചെടി നട്ടു. ജാർഖണ്ഡ് അപ്പോൾ കർമ്മമുണ്ട. ബീഹാർ
ജാറ്റ ജാറ്റിൻ. ബീഹാർ ഉള്ളവരൊക്കെ ടാറ്റൊക്കെ തന്ന് പോയി. ഓക്കെ, അപ്പോൾ ബീഹാർ ജാറ്റ ജാറ്റിൻ, ജാർഖണ്ഡ് കർമ്മമുണ്ട കർമ്മ, ഛത്തീസ്ഗഡ് ഗൗർമരിയ, മധ്യപ്രദേശ് ടെർട്ടലി മാഞ്ച് മക്കി. മധ്യപ്രദേശ് പോയപ്പോൾ എന്താണ്, മഞ്ചു കൊണ്ടുവന്നു, മാറ്റ് ചവിട്ടി വാങ്ങിച്ചു കൊണ്ടുവന്നു, ടേർട്ടാലി സ്വീറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നു. മഹാരാഷ്ട്ര ലാവണി. നമ്മുടെ ഡാവണിയൊക്കെ ഇങ്ങനെ എന്താണ് വിശാലമായി കിടക്കുകയല്ലേ. അപ്പോൾ ലാവണി മഹാരാഷ്ട്ര. ഗുജറാത്ത് എന്താണ്, ധന്ത്യാറാസ് ഗർഭ. രാജസ്ഥാനിൽ സൂഷിനി ഗോമർ. ഇനി വെസ്റ്റ് ബംഗാൾ പുല്യ ചൗ. വെസ്റ്റ് ഒരു പേരുണ്ടോ, ചുമ്മാ വടക്ക് തെക്ക് എന്നൊക്കെ പറയില്ലേ, പേരില്ല എന്ന് ഓർക്കാം. അപ്പോൾ പുരില്യ ചൗ. സിക്കിം ചൗഫാറ്റ് യാക്ചാം. അപ്പോൾ നല്ല ഫാറ്റായിട്ടുള്ള, നല്ല കൊഴുത്ത്, നല്ല വണ്ണമുള്ള യാക്ക് എവിടെയാണ് കാണുന്നത്, സിക്കിം ചൗഫാറ്റ് യാക്ചാം. വെസ്റ്റ് ബംഗാൾ പുരില്യ ചൗ. മേഘാലയ ലാഹോ ബാല. മേഘ എന്ന് വെച്ചാൽ ഒരു ബാലൻ. മേഘാലയ ബാലൻ ലഡു കഴിച്ചു, ലഹോ ബാല. മേഘാലയ ലാഹോ. പിന്നെ ആസാം ബീഹു. അരുണാചൽ നല്ല ചാമായിട്ടുള്ള കുട്ടി, ചാം. നാഗാലാൻഡ് ചോങ്. അരുണാചൽ പ്രദേശ് ചാം. ആസാം ബീഹു. മേഘാലയ ബാല. ലാഹോ. സിക്കിം ചുഫാറ്റ് യാക്ചാം. വെസ്റ്റ് ബംഗാൾ പുരില്യ ചാവ്. ഓക്കെ, ഇനി തീർന്നില്ല, ഇനിയുണ്ട് നമ്മുടെ മണിപ്പൂർ താങ്ട ലാൽ ഹരോബ. മണി പൈസ കിട്ടുമ്പോൾ നമ്മൾ താങ്ക് യു എന്ന് പറയില്ലേ, താങ്ട ലാൽ ഹരോബ. നമ്മൾ പൈസ കിട്ടുമ്പോൾ എല്ലാം കളിച്ച് നടക്കില്ലേ, അപ്പോൾ ലാൽ ഹരോബ താങ്ട. മിസോറാം ചെറൗ ഡാൻസ്. ത്രിപുര ഹോജാഗിരി. ഒഡീഷ ഗുമര രണപ്പ. ഓക്കെ, ഒഡീഷ ഗുമര രണപ്പ. ഇനി ആന്ധ്രാപ്രദേശ് ഗന്ധമർദ്ദല. കർണാടക യക്ഷഗണ. അപ്പോൾ കർണാടക യക്ഷഗണ, ആന്ധ്രാപ്രദേശ് ഗന്ധമർദ്ദല, ഒഡീഷ റാണപ്പ ഗുമര. ഓക്കെ, ഇനി ഗോവ ഫുഗ്ഡി ഡാലോ. ഗോവയിൽ ഫുഡ് ദാൽ കറി. ഗോവ ഫുഗ്ഡി ഡാലോ. തെലങ്കാന പെറിനി ശിവതാണ്ഡവം കൈസാബെടി. തെലങ്കാന കൈസാബെടി പെറിനി ശിവതാണ്ഡവം തെലങ്കാന. കേരള ഓട്ടം തുള്ളൽ. തമിഴ്നാടു കറങ്ങാം. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് കറങ്ങാൻ പോവാം. കേരള ഓട്ടം തുള്ളൽ, തെലങ്കാന പെറിനി ശിവതാണ്ഡവം, കൈസാബെടി, ഗോവ ഫുഗ്ഗി ഡാലോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ്. വൺ പ്ലേസ് വെർ ദ വേൾഡ്സ് നേഷൻ can gather together, discuss common problems and find shared solutions. അതായത് എന്താണ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒത്തുകൂടാനുള്ള ഒരു സ്ഥലം. അവിടെ എന്താണ്, കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഷെയർ ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുമുള്ള ഒന്നാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ് എന്തിനു വേണ്ടി, ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ ഗ്ലോബൽ സ്കെയിൽ കോൺഫ്ലിക്ട്സ്, യുദ്ധങ്ങൾ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് കൊണ്ടുവരാനായിട്ട്, വേൾഡ് പീസ്, സമാധാനം. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ, വേൾഡ് പീസ്, അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ ഗ്ലോബൽ സ്കെയിൽ കോൺഫ്ലിക്ട്സ്. അങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. ഇവർക്ക് മുന്നം ആരായിരുന്നു, ലീഗ് ഓഫ് നേഷൻസ് ആണ്. അതൊരു ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയി, പിന്നെ വന്നതാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. സോ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ സക്സസർ എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. ഇനി യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ പ്രാബല്യത്തിൽ വന്ന സമയം എന്ന് പറയുന്നത് ഒക്ടോബർ 24, 1945 ഒക്ടോബർ 24 ആണ്. ഇപ്പോൾ അന്ന് 50 കൺട്രീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് എത്ര കൺട്രീസായി മാറി, 193 കൺട്രീസ് അതിൻ്റെ ഭാഗമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഒക്ടോബർ 24, 1945 ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ
193 കൺട്രീസ് ഉണ്ട്. അവരുടെ എയിം എന്ന് പറയുന്നത് വേൾഡ് പീസാണ്. വേൾഡ് വാർ സെക്കൻഡ് ആ ഒരു സമയത്താണ് ഫോം ചെയ്തത്. ഇനി നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ ഫ്ലാഗ് എംബ്ലം ഡിസൈൻ ചെയ്തത് ഡൊണാൾഡ് മെക്ലൗഗ്ലിൻ ആണ്. ഡൊണാൾഡ് UN ഫ്ലാഗ് എംബ്ലം. പിന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ഫാദർ എന്ന് പറയുന്നത് റൂസ്വെൽറ്റ് ആണ്. റൂസ്വെൽറ്റ് ഫാദർ ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. പിന്നെ ഫൗണ്ടർ കൺട്രീസ് ഒന്ന് റഷ്യ, ബ്രിട്ടൻ, USA. റബ് എന്ന് ഓർക്കാം. അപ്പോൾ റഷ്യ, USA പിന്നെ ബ്രിട്ടൻ ആണ് ഫൗണ്ടർ കൺട്രീസ്. പിന്നെ 6 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക്, ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. UN ഫ്ലാഗ് എംബ്ലം ഡിസൈൻ ചെയ്ത ഡൊണാൾഡ് മെക്ലൗഗ്ലിൻ ആണ്. പിന്നെ ഫാദർ ഓഫ് UNO യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ഫാദർ എന്ന് പറയുന്നത് റൂസ്വെൽറ്റ് ആണ്. ഫൗണ്ടർ കൺട്രീസ് റഷ്യ, പിന്നെ USA, ബ്രിട്ടൻ. പിന്നെ 6 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക്, ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ്. ഇനി 2001 നോബൽ പ്രൈസ് റിസീവ് ചെയ്തു. പിന്നെ പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന, അമേരിക്ക, റഷ്യ. അപ്പോൾ ഏതൊക്കെയാണ്? ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന, അമേരിക്ക, റഷ്യ. ഓക്കെ, പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. മറ്റത് എന്തായിരുന്നു? ഫൗണ്ടർ കൺട്രീസാണ്, റബ്ബ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യ ഇതിൻ്റെ ഭാഗമായത് ഏത് വർഷമാണ്? 1945 തന്നെ ഒക്ടോബർ 30th ഒക്ടോബർ 1945 ഫോം ചെയ്തത്. 1945 ഒക്ടോബർ 24th 30th തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇനി ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ലെക്ചേർഡ് ഇൻ ഹിന്ദി ഇൻ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അതാരായിരുന്നു? AB വാജ്പേയി. പിന്നെ സെക്കൻഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ലെക്ചേർഡ് ഇൻ ഹിന്ദി ഇൻ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ നരേന്ദ്രമോദി. പിന്നെ ഫസ്റ്റ് വുമൻ പ്രസിഡൻറ്റ് ഓഫ് UNGA അതിൻ്റെ ഒരു ഭാഗമാണ് വാസ് ആൻ ഇന്ത്യൻ. ആരായിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓക്കെ, അപ്പോൾ വിജയലക്ഷ്മി പണ്ഡിതാണ് ഫസ്റ്റ് വുമൻ പ്രസിഡൻറ്റ് ഓഫ് ദി UNGA വാസ് ആൻ ഇന്ത്യൻ. ആരായിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റ്. പിന്നെ അങ്ങനെ ഇനി നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത 2 ദിവസങ്ങളാണ്. ഒന്ന് ഗാന്ധീസ് ബർത്ത് ആനിവേഴ്സറി October 2, ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് എന്ന ഇതിൽ October 2 നമ്മുടെ ഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി, ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് June 21. UNGA ഡിക്ലെയർഡ് ദാറ്റ് 21st June ആസ് ഇൻ്റർനാഷണൽ യോഗ ഡേ. ഇനി നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻ്റോണിയോ ഗുട്രസ്. ആൻ്റോണിയോ സെക്രട്ടറി ജനറൽ. ഫാദർ ആരായിരുന്നു? റൂസ്വെൽറ്റ്. ഓക്കെ, നമ്മുടെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ. ഇനി നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന് 6 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരെണ്ണം സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ 5 സ്ട്രക്ചേഴ്സാണ്. ഓർത്തിരിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, UN സെക്രട്ടേറിയറ്റ്, 6ാമത്തെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അപ്പോൾ ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, UN സെക്രട്ടേറിയറ്റ്. ഇനി യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് മനസ്സിലാക്കി വയ്ക്കുക. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് 1945 വാഷിങ്ടൺ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വാഷിങ്ടണിൽ 1945. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോ എവിടെയാണ്? പാരീസ്, ഫ്രാൻസ്. 1946. ഇനി 1946 യുനെസ്കോ ഫ്രാൻസ്, പാരീസിൽ.
ഇനി ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഏത് വർഷമാണ്? 1946 ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഇനി യുണിസെഫും 1946 യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻ ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട്, ന്യൂയോർക്കിൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട് 1946 ന്യൂയോർക്ക്. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ, സ്വിറ്റ്സർലാൻഡ് വന്ന വർഷം 1948 യുണിസെഫ് 1946. പിന്നെ നമ്മുടെ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 1946 തന്നെ. ഇനി നമ്മുടെ WFP വേൾഡ് ഫുഡ് പ്രോഗ്രാം റോം ഇറ്റലി 1961 വേൾഡ് ഫുഡ് പ്രോഗ്രാം റോം ഇറ്റലി. ഇനി നെക്സ്റ്റ് UNCTAD യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏത് വർഷമാണ്? ജനീവ 1964 UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അത് ന്യൂയോർക്കിലാണ് 1965. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വാഷിങ്ടണിൽ 1945, യുനെസ്കോ 1946, പാരീസ് ഫ്രാൻസിൽ, ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവ സ്വിറ്റ്സർലാൻഡ് 1946, യുണിസെഫ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട് ന്യൂയോർക്കിൽ 1946, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ സ്വിറ്റ്സർലാൻഡിൽ 1948, പിന്നെ WFP വേൾഡ് ഫുഡ് ഓർഗനൈസേഷൻ നമ്മുടെ ഇറ്റലി റോമിൽ 1961, UNCTAD യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് 1964, UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എവിടെയാണ്? 1965 ന്യൂയോർക്കിൽ. ഓക്കെ, ഇനി കുറച്ച് ഫുൾ ഫോംസ് പഠിക്കാം നമുക്ക്. UNCLOS യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ദി ലോ ഓഫ് ദി സീ. UNCBD യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. പിന്നെ UNCRPD യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇനി UNTOC യുണൈറ്റഡ് നേഷൻസ് ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം. UNCAT യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ എഗെയിൻസ്റ്റ് ടോർച്ചർ. UNCRC യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദി റൈറ്റ് ഓഫ് ദി ചൈൽഡ്. അപ്പോൾ UN കൺവെൻഷൻസ് ഫുൾ ഫോംസ് പഠിച്ചു വയ്ക്കുക. UNCLOS യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദി സീ. UNCBD യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. UNCRPD യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. UNTOC യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ എഗെയിൻസ്റ്റ് ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം. TOC ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം. UNCAT യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ എഗെയിൻസ്റ്റ് ടോർച്ചർ. ഇനി UNCRC യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദി റൈറ്റ് ഓഫ് ചൈൽഡ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്ക് നോക്കാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ്, അവരുടെ ഓതേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, PM നരേന്ദ്രമോദി, ദ ബ്രെയിലി എഡിഷൻ ഓഫ് ദ ബുക്ക് എക്സാം വാരിയേഴ്സ്. അമിത് ഷാ, കർമ്മയോധ ഗ്രാന്ത്. വിശ്വനാഥൻ ആനന്ദ് ആൻഡ് സൂസൻ നിനാൻ, മൈൻഡ് മാസ്റ്റർ. മലാല യൂസഫായി, വി ആർ ഡിസ്പ്ലേസ്ഡ്. ഷാഹിദ് അഫ്രീദി, ഗെയിം ചേഞ്ചർ. ദലൈ ലമ, ഫ്രീഡം ഇൻ എക്സൈൽ. റുസ്കിൻ ബോണ്ട്, മൈ ഫേവറേറ്റ് നേച്ചർ സ്റ്റോറീസ്, നേച്ചറായിട്ട് ബന്ധപ്പെട്ട. ഇനി ഡോക്ടർ മൻമോഹൻ സിംഗ്, ചേഞ്ചിങ് ഇന്ത്യ. ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടാലോ, അപ്പോൾ ചേഞ്ചിങ് ഇന്ത്യ. ഹിലാരി ക്ലിൻടൺ, ഹിലാരിയസ് ആയിട്ടുള്ളൊരു മൂവി കാണുമ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഹാപ്പൻഡ്, അപ്പോൾ അങ്ങനെ ഓർക്കുക, ഹിലാരി ക്ലിൻടൺ, വാട്ട് ഹാപ്പൻഡ്. PM നരേന്ദ്രമോദി എന്താണ്? ബ്രെയിലി എഡിക്ഷൻ എന്നുള്ളൊരു ടേം ഓർക്കുക.
അമിതം, ഗ്രാൻഡ്, അമിതമായി ഗ്രാൻഡ് കിട്ടി നോക്കുക. അമിത് ഷാ, കർമ്മയോധ, ഗ്രാന്ത്, വിശ്വനാഥൻ ആനന്ദ് ആൻഡ് സൂസൻ നിനാൻ. നമ്മൾക്കറിയാം ചെസ്, മൈൻഡ് മാസ്റ്റർ. മലാല യൂസഫൈ, വി ആർ ഡിസ്പ്ലേസ്ഡ്. ഷാഹിദ് അഫ്രീദി, ഷാഹിദ്, ഗെയിം ചേഞ്ചർ. ദലായ് ലമ, ഫ്രീഡം ഇൻ എക്സൈൽ. റുസ്വിൻ ബോണ്ട്, നേച്ചറായിട്ട് ബന്ധപ്പെട്ട്. മൻമോഹൻ സിംഗ്, ഇന്ത്യ ആയിട്ട്. ഹിലാരി ക്ലിൻടൺ, വാട്ട് ഹാപ്പൻഡ്. ഇനി ശശി തരൂർ, വൈ ഐ ആം എ ഹിന്ദു. ഇതൊക്കെ ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, ജസ്റ്റ് ഓർത്തിരിക്കും. വൈ ഐ ആം എ ഹിന്ദു, ആൻഡ് ഇറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ, ഇന്ത്യ ശാസ്ത്ര, റിഫ്ലക്ഷൻസ് ഓഫ് ദ നേഷൻ ഇൻ അവർ ടൈം, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. എല്ലാം ഒരു ചോദ്യം ചെയ്യലായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളെ പോലെയല്ലേ. അപ്പോൾ ശശി തരൂർ അങ്ങനെ. ഇനി VVS ലക്ഷ്മണൻ, 281 ആൻഡ് ബിയോണ്ട്. ഡാൻ ബ്രൗൺ, ഡാൻ ബ്രൗൺ ഒറിജിൻ. VVS ലക്ഷ്മണൻ, 281 ആൻഡ് ബിയോണ്ട്. ശശി തരൂർ. ഈ 4 ബുക്സ്. ഇനി അരുന്ധതി റോയ്, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. സൗരവ് ഗാന്ധി, എ സെഞ്ച്വറി ഇസ് നോട്ട് ഇന്നഫ്. KR മീര, ദ അൺസീയിങ് ഐഡൽ ഓഫ് ലൈറ്റ്. പെരുമ്പടവം ശ്രീധരൻ, ലൈക്ക് എ സാം. LK അദ്വാനി, മൈ കൺട്രി മൈ ലൈഫ്. LK അദ്വാനി, മൈ കൺട്രി മൈ ലൈഫ്. ആദം ഗിൽക്രിസ്റ്റ്, ട്രൂ കളേഴ്സ്. സുനിൽ ഗവാസ്കർ, റൺസ് ഇൻ റൂയിൻസ്. അതുപോലെ തന്നെ സണ്ണി ഡേയ്സ്, സുനിൽ ഗവാസ്കറാണ്. അമിതാവ് ഘോഷ്, ഫ്ലഡ് ഓൺ ഫയർ. അപ്പോൾ അരുന്ധതി റോയ്, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. സൗരവ് ഗാന്ധി, എ സെഞ്ച്വറി ഇസ് നോട്ട് ഇന്നഫ്. KR മീര, ദ അൺസീയിങ് ഐഡൽ ഓഫ് ലൈറ്റ്. പെരുമ്പടവം ശ്രീധരൻ, ലൈക്ക് എ സാം. LK അദ്വാനി, മൈ കൺട്രി മൈ ലൈഫ്. ആദം ഗിൽക്രിസ്റ്റ്, ട്രൂ കളേഴ്സ്. സുനിൽ ഗവാസ്കർ, റൺസ് ഇൻ റൂയിൻസ്. അമിതാവ് ഘോഷ്, ഫ്ലഡ് ഓഫ് ഫയർ. അപ്പോൾ ഇത്രയും പേരുടെ പുസ്തകത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. എല്ലാം ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന പുസ്തകം ഇന്ന ആളുടെ, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഇന്ന പുസ്തകമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി പ്രണബ് മുഖർജി, ദ കൊയിലീഷൻ ഇയേഴ്സ്. ഇനി ചേതൻ ഭഗത്, മേക്കിംഗ് ഇന്ത്യ അവസം. ചേതൻ, ഇന്ത്യ നല്ല മനോഹരമാക്കി നടക്കുന്നു. ചേതൻ ഭഗത്, മേക്കിംഗ് ഇന്ത്യ അവസം. ഡോക്ടർ APJ അബ്ദുൽ കലാം, നമുക്കറിയാവുന്ന എ മാനിഫെസ്റ്റോ ഫോർ ചേഞ്ച്, അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, ബിയോണ്ട് 2020, എ വിഷൻ ഫോർ ടുമാറോസ് ഇന്ത്യ, പാത്വേസ് ടു ഗ്രേറ്റ്നെസ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ പ്രണബ് മുഖർജി, ദ കൊയിലീഷൻ ഇയേഴ്സ്. ചേതൻ ഭഗത്, മേക്കിംഗ് ഇന്ത്യ അവസം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ബുക്സ്, എ മാനിഫെസ്റ്റോ ഫോർ ചേഞ്ച്. ചേഞ്ചിങ് ഇന്ത്യ ആരുടെ ആയിരുന്നു? മൻമോഹൻ സിംഗ്. പിന്നെ അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, ബിയോണ്ട് 2020, എ വിഷൻ ഫോർ ടുമാറോസ് ഇന്ത്യ, പാത്വേസ് ടു ഗ്രേറ്റ്നെസ് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി സുധാമൂർത്തിയുടെ ദ മദർ ഐ ന്യൂ, സർപ്പൻസ് റിവെഞ്ച്. സുധാമൂർത്തി, ദ മദർ ഐ നെവർ ന്യൂ, സർപ്പൻസ് റിവെഞ്ച്. ഇനി നമ്മുടെ പ്രസിഡൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ ഓട്ടോബയോഗ്രഫീസും ജസ്റ്റ് നമുക്ക് വായിക്കാം. അതും പഠിച്ചു വയ്ക്കണം. നെയിം ഓഫ് ദ ഓതർ, APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ ആണ് ഏത്? വിങ്സ് ഓഫ് ഫയർ. പിന്നെ ബറാക് ഒബാമ, ഡ്രീംസ് ഫ്രം മൈ ഫാദർ. ബെനസീർ ഭൂട്ടോ, ഡോക്ടർ ഓഫ് ഡെസ്റ്റിനി. ജവഹർലാൽ നെഹ്റു, ആൻ ഓട്ടോബയോഗ്രഫി ടുവേർഡ് ഫ്രീഡം. ഇനി മാർഗ്രറ്റ് തച്ചോ, ദ ഓട്ടോബയോഗ്രഫി. രാജേന്ദ്ര പ്രസാദ്, ആത്മകഥ. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദ്. പിന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ചേഞ്ചിങ് ഇന്ത്യ, ഡോക്ടർ മൻമോഹൻ സിംഗ്. നെൽസൺ മണ്ടേല, എ ലോങ് വാക്ക് ടു ഫ്രീഡം. പിന്നെ വിൻസ്റ്റൺ ചർച്ചിൽ, മെമ്മറീസ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക. APJ അബ്ദുൽ കലാം, വിങ്സ് ഓഫ് ഫയർ. ബറാക് ഒബാമ, ഡ്രീംസ് ഫ്രം മൈ ഫാദർ. ബെനസീർ ഭൂട്ടോ, ഡോട്ടർ ഓഫ് ഡെസ്റ്റിനി. ജവഹർലാൽ നെഹ്റു, ആൻ ഓട്ടോബയോഗ്രഫി ടുവേർഡ് ഫ്രീഡം. മാർഗ്രറ്റ് തച്ചോ, ദ ഓട്ടോബയോഗ്രഫി. രാജേന്ദ്ര പ്രസാദ്, ആത്മകഥ. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യ വിൻസ് ഫ്രീഡം. ഡോക്ടർ മൻമോഹൻ സിംഗ്, ചേഞ്ചിങ് ഇന്ത്യ. നെൽസൺ മണ്ടേല, എ ലോങ് വാക്ക് ടു ഫ്രീഡം. വിൻസ്റ്റൺ ചർച്ചിൽ, മെമ്മറീസ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, ഇനി
ബിൽ ക്ലിൻടൺ മൈ ലൈഫ്. ബിൽ ക്ലിൻടൺ മൈ ലൈഫ്. ഹിലാരി ക്ലിൻടൺ. ഹിലാരി നമ്മൾ ഒരെണ്ണം കണ്ടായിരുന്നു, വാട്ട് ഹാപ്പൻഡ്. അടുത്തത് ലിവിങ് ഹിസ്റ്ററി. ഇനി ശരത് പവാർ, ലൈഫ് ഓൺ മൈ ടേംസ്, ഫ്രം ദ ഗ്രാസ് റൂട്ട്സ് ടു ദ കോറിഡോർസ് ഓഫ് പവർ, ശരത് പവാർ. ഇനി LK അദ്വാനി നമ്മൾ കണ്ടു, മൈ കൺട്രി മൈ ലൈഫ്. മൈ കൺട്രി മൈ ലൈഫ് അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? എൻ്റെ രാജ്യത്തിനും എൻ്റെ ജീവിതത്തിനും. മൈ കൺട്രി മൈ ലൈഫ് എന്ന് ഓർക്കുക. ബിൽ ക്ലിൻടൺ ബില്ല്, മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ബില്ല്. ഹിലാരി ക്ലിൻടൺ ലിവിങ് ഹിസ്റ്ററി. ശരത് പവാർ ലൈഫ് ഓൺ മൈ ഡ്രീംസ്, ഫ്രം ഗ്രാസ് റൂട്ട്സ് ടു ദ കോറിഡോർസ് ഓഫ് പവർ. LK അദ്വാനി മൈ കൺട്രി മൈ ലൈഫ്. ഇനി അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പുസ്തകമാണ് മെയിൻ കാംഫ്. അഡോൾഫ് ഹിറ്റ്ലർ ഒരു മെയിൻ ആൾ തന്നെയാലോ. അപ്പോൾ മെയിൻ കാംഫ്. ബാബർ ബബുർണമ. ഇനി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ബെഞ്ചമിൻ. ദലൈലമ നമ്മൾ പഠിച്ചു, ഫ്രീഡം ഇൻ എക്സൈൽ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഓട്ടോബയോഗ്രഫിക്കൽ നോട്ട്സ്. സ്റ്റീഫൻ ഹോക്കിംഗ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. സ്റ്റീഫൻ ഹോക്കിംഗ്, ടൈമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീഫൻ ഹോക്കിംഗ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മൈ സ്റ്റോറി ഓഫ് എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അത് ഗാന്ധിജി. സ്റ്റീഫൻ ഹോക്കിംഗ് ടൈം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഓട്ടോബയോഗ്രഫിക്കൽ നോട്ട്സ്. പിന്നെ ദലൈലമ ഫ്രീഡം ഇൻ എക്സൈൽ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പേര് തന്നെ, ദ ഓട്ടോബയോഗ്രഫി ഓഫ് ബെഞ്ചമിൻ. ബാബുരണമ. പിന്നെ ഹിറ്റ്ലർ മെയിൻ കാംഫ്. ഓക്കെ, ഇനി കുറച്ച് പേരും കൂടി നമ്മുടെ സ്പോർട്സ് പേഴ്സൺസിൻ്റെ ഓട്ടോബയോഗ്രഫീസ്. ഫസ്റ്റ് വൺ ധ്യാൻ ചന്ദ്. ധ്യാൻ ഗോൾ അടിക്കുന്നു. ഓക്കെ, ഓരോ ഇൻ്റർവ്യൂസിനും ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ധ്യാൻ ചന്ദ് ഗോൾ. ദ റേസ് ഓഫ് മൈ ലൈഫ്, മിൽഖ സിംഗ്. ദ കിഡ്, ദ ഇമ്മോർട്ടൽ ലൈഫ് ഓഫ് ടെഡ് വില്യംസ്. ദ കിഡ്, ബെൻ ബ്രാഡിൽ. ഓക്കെ, കിഡ് ആരാണ്? ബെൻറ്റൺ കിഡ്. ഇനി റാഫ, മൈ സ്റ്റോറി, റാഫേൽ നാഡൽ. ഇനി ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ്, മൈ സ്റ്റോറി ആരുടെയാണ്? ഉസൈൻ ബോൾട്ട്. ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ്, മൈ സ്റ്റോറി, ഉസൈൻ ബോൾട്ട്. ടച്ച്ഡ് ബൈ ഗോഡ്, ഹൗ വി വോൺ ദ മെക്സിക്കോ 86 വേൾഡ് കപ്പ്. ഡിയോഗോ. അതുപോലെ തന്നെ ഡിയോഗോ മറഡോണ, ഡാനിയൽ ആർക്കുഗി ആണ്. ഇനി ഓൾ റൗണ്ട് വ്യൂ ഇമ്രാൻ ഖാൻ്റെ. വൈഡ് ആംഗിൾ അനിൽ കുമ്പിൾ. വൈ സോസർ മാറ്റേഴ്സ് പെയിൽ. അൺബ്രേക്കബിൾ ആരുടെയാണ്? MC മേരി കോം. എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി അഭിനവ് ബിന്ദ്ര. ഗോൾഡൻ ഗേൾ PT ഉഷ. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗ്. ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസ. പിന്നെ സണ്ണി ഡേയ്സ് ഐഡൽസ് നമ്മുടെ സുനിൽ ഗവാസ്കർ. റൺസ് ആൻഡ് റൂയിൻസ്, അതും സുനിൽ ഗവാസ്കർ ആണ്. ഇനി സ്ട്രെയിറ്റ് ഫ്രം ദ ഹേർട്ട് കപിൽ ദേവ്. പ്ലേയിങ് ടു വിൻ ആരാണ്? സൈന നെഹ്വാൾ. ഓക്കെ, പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാൾ. സാനിയ മിർസ. ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനറൽ നോളജ് സെറ്റിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നും വിടാണ്ട് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. സെറ്റ് ഈ പ്രാവശ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.